ഹലോ. നോമ്പ് കാലത്ത് മിക്ക വീടുകളിലും നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കഞ്ഞി കുടിക്കൽ പതിവുണ്ട്. ഇത് ജീരക കഞ്ഞി അല്ലെ ഉലുവ കഞ്ഞി എന്നൊക്കെ പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. നോമ്പൊക്കെ ആയിട്ട് ഇന്ന് അങ്ങനെയാണെങ്കിൽ കഞ്ഞിയുടെ റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ. ഈ കഞ്ഞി ഉണ്ടാക്കാൻ 1/2 കപ്പ് പച്ചരിയാണ് ഇവിടെ കഴുകി എടുത്തു വെച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ ആശാളിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആശാളി അങ്ങാടി മരുന്ന് കടയിലെല്ലാം മേടിക്കാൻ കിട്ടും. ബ്ലാക്ക് കസേഴ്സ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സീഡാണ് ഈ ആശാളിയും. ഇത് എന്താണെന്നുള്ള ഗൂഗിളിൽ കയറി നോക്കുക, എല്ലാവരും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ. 2 വലിയ വെളുത്തുള്ളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ കുക്കറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഈ വലുത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അരി കുറച്ചേ ഉള്ളുവെങ്കിലും വലുതെടുത്തില്ലെങ്കിൽ തെറിച്ച് പുറത്തോട്ട് വരും വെന്ത് വരുമ്പം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആശാളി, ഉലുവയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നല്ല വലുതായതുകൊണ്ടാണ് 2 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 3 or 4 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഈ കുക്കർ അടച്ചു വെച്ച് നമുക്ക് അരി വേവിക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് വീണ്ടും 2 വിസിലും കൂടെ വന്നു കഴിയുമ്പോൾ അരി വെന്തിട്ടുണ്ടാവും. ഈ കഞ്ഞി 2 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. തേങ്ങാപ്പാലിലും തേങ്ങ അരച്ചും ഉണ്ടാക്കാം. തേങ്ങ അരച്ചാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ മതി. ഇവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ 4 ചുവന്നുള്ളിയും 1 ടീസ്പൂൺ ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി വലുതാണ്ടാണ് 4 എണ്ണം എടുക്കുക, അല്ലെങ്കിൽ ഒരു 5 or 6 എണ്ണം എടുക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയിലോട്ട് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇപ്പോൾ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരി വേവിക്കാൻ നേരത്തെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചത്. അതുകൂടാതെ തേങ്ങ അരയ്ക്കാൻ നേരത്തെ 1/2 ഗ്ലാസ് വെള്ളവുമാണ് നമ്മൾ ഒഴിച്ചത്. ഇനി 1 ഗ്ലാസ് വെള്ളം ഈ മിക്സിയിലോട്ട് ഒഴിച്ച് ആ തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് കലക്കിയെടുത്ത് അതുകൂടി ചേർക്കുക. അപ്പോൾ 3.5 ഗ്ലാസ്സായി മൊത്തം. ഇത് കൂടാതെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഈ കുക്കറിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ മൊത്തം 4 ഗ്ലാസ് വെള്ളമാകുമ്പോൾ ഈ കഞ്ഞിക്ക് പാകത്തിനുള്ള ഒരു കുറുകലാണ് കിട്ടുന്നത്. ചൂടോടുകൂടി ഇത് ലൂസായിട്ട് തോന്നും, പക്ഷേ ചൂട് ആറി വരുമ്പോൾ ഇതിന്ന് ഇരുന്ന് കുറുകും. അതുകൊണ്ട് വെള്ളം 4 ഗ്ലാസ്സിലും കുറയാൻ പാടില്ല. ആശാളിയും ജീരകവും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ട് ഈ കഞ്ഞിക്ക്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. നോമ്പ് തുറക്കാൻ നേരത്തും അല്ലെങ്കിൽ അത്താഴത്തിനും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പീസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്